ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നൊരു ടാഗ് നമ്മുടെ നാട്ടിൽ അതൊരു ഗുഡ് ടാഗ് ആണോ അതോ അതിന്റെ ഓപ്പോസിറ്റ് ആണോ? എനിക്ക് തോന്നുന്നു നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ എപ്പോഴും വളച്ചൊടിക്കുന്ന ഒരു പ്രവണത ഇവിടെ ഉണ്ട്. അത് ആ കുട്ടി ചിലപ്പോൾ അങ്ങനെയല്ല, പറയാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ എഴുതി വരിക, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ മോഡുലേഷനേ ആയിരിക്കില്ല, വേറെ തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അഹങ്കാരമാണ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഇവിടെ. അല്ലാതെ ആ കുട്ടി ബോൾഡാണ് എന്നുള്ളത് വളരെ കുറവ് പേരെ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ളൂ. അത് ഭയങ്കര അഹങ്കാരിയാന്ന് തോന്നുന്നുണ്ട്, അങ്ങനെയാണ് ഞാൻ കേട്ടത്. അപ്പൊ അത് കുറച്ച് ഇവിടെ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. കൂടുതലായി സംസാരിച്ചാൽ അവർ പറയും ഭയങ്കര ഓവർ സ്മാർട്ടാണ്, ഫ്ലേർട്ടാണെന്ന് പറയും. അധികം സംസാരിക്കാതിരുന്നാൽ പറയും ഓ ഭയങ്കര ജാടയാണ്, അഹങ്കാരമാണെന്ന് പറയും. സോ അങ്ങനെ ഇവിടെ ജഡ്ജ് ചെയ്യുന്ന ഒരു സംഭവം ഇവിടെ നന്നായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ജീൻസും ടോപ്പും ഇട്ട ഒരു പെൺകുട്ടി അവൾ അങ്ങനെയാണ് എന്നുള്ളത് പറയും. നേരെ മറിച്ച് സാരി എടുത്തു വന്ന ഈ കുട്ടി നല്ലതാണ്, പക്ഷെ സാരിയൊക്കെ എടുത്ത് വരുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ കള്ളത്തരങ്ങൾ കാണിക്കുന്നത്. അപ്പൊ ഈ ബാഹ്യമായിട്ടുള്ള രൂപം കണ്ട് ജഡ്ജ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ അല്ല, മൊത്തത്തിൽ നമ്മുടെ നാട്ടിൽ കുറച്ച് റാപ്പിഡ് ഫയർ റൗണ്ട്. ഓക്കേ, ട്രൂ ഓർ ഫാൾസ് പറയണം അബൌട്ട് യുവർസെൽഫ്. ഓക്കേ, ഞാൻ വളരെ ഫ്രാങ്ക് ആണ്. ട്രൂ. ഓക്കേ, ഞാൻ ഷോർട്ട് ടെമ്പേർഡ് ആണ്. ട്രൂ. ഒരു തെറ്റ് കണ്ടാൽ ഞാൻ റിയാക്ട് ചെയ്യും. എന്നെ ബാധിക്കാത്തൊരു തെറ്റാണെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യാണ്ട് പോകുള്ളൂ. എന്നെ ബാധിക്കുന്നതാണെങ്കിൽ ഐ വിൽ റിയാക്ട്. പൊളിറ്റിക്സിൽ എനിക്ക് താല്പര്യമുണ്ട്. ഫാൾസ്. ഫ്രണ്ട്സുമായിട്ട് അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം ഫോൺ വിളിക്കുന്നത് ഞാനാണ്. ഫാൾസ്. എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. ട്രൂ. നോൺ ഫിക്ഷൻസ് ആണ് എനിക്ക് കൂടുതൽ താല്പര്യം തോന്നിയിട്ടില്ല, പക്ഷെ ഫിക്ഷൻസും എനിക്ക് ഇഷ്ടമാണ്. ബാക്ക് സ്റ്റാബിംഗ് കാരണം എനിക്ക് ഒത്തിരി സിനിമകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ട്രൂ. ഭാവനയുടെ ജീവിതത്തിലെ ആദ്യത്തെ ലവ് ഫെയിലിയർ. ഓക്കെ, എനിക്കൊരു സീരിയസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആദ്യമേ സീരിയസ് റിലേഷൻഷിപ്പ് ആയിരുന്നു? അതെ, എനിക്കൊരു 18-19 ആ സമയത്തായിരുന്നു. ഒരു ഭയങ്കര സീരിയസ് റിലേഷൻഷിപ്പ് ആയിരുന്നു, പക്ഷെ അത് വർക്ക്ഔട്ട് ആയില്ല. പിന്നെ നമ്മൾ മ്യൂച്വലി അത് വേണ്ട എന്ന് വെക്കേണ്ടി വന്നു. ലവ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് എന്താണ്? ഞാൻ ഒരു 5 വർഷമായിട്ട് ഒരു റിലേഷൻഷിപ്പിലാണ്. ഐ മീൻ എ വെരി സീരിയസ് റിലേഷൻഷിപ്പ്. പക്ഷേ 2014 ചില അപ്പോൾ എനിക്കൊരു ഇതുണ്ട്, എനിക്ക് കമ്മിറ്റ്മെന്റ്സുകൾ തീർത്തിട്ട് കല്യാണം കഴിക്കണമെന്നുണ്ട്. അല്ലാതെ എനിക്ക് കല്യാണം കഴിച്ചതിൻ്റെ പിറ്റേ ദിവസം ആദ്യം എനിക്ക് ലൊക്കേഷനിലേക്ക് ഓടിപ്പോകാനൊരു താല്പര്യക്കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് നീണ്ടു പോയി. അപ്പോൾ 2016 ജാനിൽ, അതായത് ലാസ്റ്റ് മന്ത് ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആയിട്ടിരിക്കുന്ന സമയത്താണ് അൺഫോർച്ചുനേറ്റ്ലി 2015 പെട്ടെന്ന് എൻ്റെ അച്ഛൻ്റെ മരണം. സോ ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ആ ഒരു പ്ലാനിങ് വിട്ടത്. അതായത് കല്യാണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് സന്തോഷിച്ചിരിക്കേണ്ട സമയത്ത് നടക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനൊരു നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ബ്ലോ ഉണ്ടായപ്പോൾ ഐ തിങ്ക് ഞാനൊരു സ്റ്റെപ്പ് എടുത്തതാണ്. തെലുങ്ക് ഇൻഡസ്ട്രിയുമായിട്ട് ഒരു ബന്ധം വളരെ ഡീപ്പ് റൂട്ട് ആയിട്ട് ഉറപ്പിക്കാൻ പോകുന്നു എന്ന് കേട്ടു, ശരിയോ തെറ്റോ? തെലുങ്ക് ഇൻഡസ്ട്രി തെറ്റ്. ഫാൾസ്. ഫാൾസ്. ഇൻഡസ്ട്രി മാറിപ്പോയി. ഇനിയാണ് ചോദ്യമല്ലേ ഇത്? ഓക്കെ, ഒരു ചിങ്ങമാസ പ്രതീക്ഷയൊന്നുമില്ല? ചിങ്ങമാസം എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. എന്റെ കമ്മിറ്റ്മെന്റ്സ് കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഈ വർഷം എന്നാണ്. പിന്നെ ഇതാണ്, ഞാൻ ഈ പ്ലാൻ ചെയ്യൽ നിർത്തി. ഞാൻ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു അതിനു വേണ്ടി, പക്ഷെ ഇനി എനിക്ക് പ്ലാൻ ചെയ്യാൻ പേടിയാണ്. അതുകൊണ്ട് നടക്കുന്നത് പോലെ നടക്കട്ടെ എന്നായി. കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് എന്തൊക്കെയോ സംഭവിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെയായി പോകും. സോ ഇനി നടക്കുന്നത് പോലെ നടക്കട്ടെ എന്നായി പോയി. ഭാവന ഇഷ്ടപ്പെടുന്ന ഒരു ക്വാളിറ്റി ഇൻ എ ഗൈ? മെച്യൂരിറ്റി. കുറച്ച് മെച്യൂർഡായിട്ട് ലൈഫിനെയും ഒക്കെ കാണുന്ന ഒരാളെയാണ് ഇഷ്ടം. അല്ലാതെ വെറുതെ ഇരുന്ന് എന്തൊക്കെയൊക്കെ കാണിച്ചു കൂട്ടുന്ന ആൾക്കാരെ എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, മാരേജ് എന്ന കോൺസെപ്റ്റിന്റെ അർത്ഥം ഓർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് യുവേഴ്സ്? മാരേജ് ഇസ് ടഫ്. ഞാൻ അറിഞ്ഞിടത്തോളം ഒരു പരിചയമില്ലാത്ത 2 പേര് ഒരു സെയിം റൂഫിൽ താമസിക്കുകയാണ്. ബിക്കോസ് എനിക്ക് കുറെ പേരെ അറിയാം. 11 വർഷത്തെ പ്രേമബന്ധത്തിന് ശേഷം കല്യാണം കഴിച്ച് 4-5 മാസത്തിനുള്ളിൽ ഡിവോഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ. സോ പ്രേമിക്കുമ്പോ എവറിത്തിങ് വാസ് ഫൈൻ. വേറെ വീട്ടിലാണ്, വല്ലപ്പോഴേ കാണുള്ളൂ. അപ്പൊ ആ ഒരു ലോങ്കിങ് അതൊക്കെ ഉണ്ട്. ദിവസം കണ്ടു തുടങ്ങുമ്പോ എന്താണ് സംഭവിക്കണമെന്ന് എനിക്ക് അറിയില്ല. സോ അതൊക്കെ എനിക്കൊരു പേടിയുണ്ട്. ടാഗ് മാരിഡ് അതൊരു ടാബു ആണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ? ടു എ സർട്ടൻ എക്സ്റ്റെന്റ് യെസ്. കാരണം എനിക്ക് തോന്നുന്നു കുറെ പേർക്കും കല്യാണം കഴിഞ്ഞാൽ പിന്നെ അഭിനയിക്കില്ല, ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞില്ലേ എന്നുള്ളൊരു സംഭവം ഇവിടെ ഉണ്ട്. ഐ മീൻ തമിഴിലും തെലുങ്കിലും സൗത്തിലുണ്ട്. നോർത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. കുറച്ച് ഫാക്ട്സ് അബൌട്ട് ദി ഇൻഡസ്ട്രി പറയാം. ഇത് എന്തുകൊണ്ട് അല്ലെ എന്തുകൊണ്ടായിരിക്കും എന്ന് പറയണം. ഓക്കെ. ചേഞ്ചിങ് നെയിംസ് ഓഫ് ദി ആക്ട്രസ് ഇസ് മോർ ദാൻ ദാറ്റ് ഓഫ് ആൻ ആക്ടർ. ഞാൻ അതിലൊരാളാണ്. മേ ബി സം ന്യൂമറോളജി ഓർ മേ ബി അതുപോലത്തെ 2 പേരുണ്ടാവുന്നത്. ഞാൻ മാറ്റിയത് ഓൾറെഡി 2-3 പേര് അതേ പേരിലുണ്ട് എന്ന് വിചാരിച്ചിട്ടായിരിക്കും. മേ ബി ചിലർ
ഇഷ്ടപ്പെടാത്ത പേരൊക്കെ ആണെങ്കിലും ഓക്കെ ഇതാണ് ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ മാറ്റിയേക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ചിലര് കുറച്ചും കൂടി ക്യാച്ചി ആയിട്ടുള്ള ഒരു പേര് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഓക്കെ.